ഹലോ ഫ്രണ്ട്സ്, ഐ ആം സിനി. വെൽക്കം ടു സിനി സ്കിൻ വേൾഡ്. ഇന്ന് പെപ്പറോമിയ പ്ലാന്റിന്റെ വിശേഷങ്ങളാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കാനായിട്ട് പോകുന്നത്. ഇതാണ് പെപ്പറോമിയ പ്ലാന്റ്. ഇതൊരു നല്ലൊരു ഇൻഡോർ പ്ലാന്റ് ആണ്. നമ്മുടെ വീടിന്റെ അകത്തളങ്ങളും അതുപോലെ ഇൻഡോറൊക്കെ ഭംഗി പിടിപ്പിക്കാനായിട്ട് പെപ്പറോമിയ പ്ലാന്റ് വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. അതുപോലെ ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന്റെ ഇലകളുടെ ഭംഗിയാണ്. ഇതിന്റെ ഇലകൾ ഹാർട്ട് ഷേപ്പിലാണ്. കണ്ടോ, ഈ ഇലകളുടെ ഭംഗിയാണ് ഈ ചെടിയെ മനോഹരമാക്കുന്നത്. അപ്പോൾ ഈ പെപ്പറോമിയ പ്ലാന്റ് നമ്മുടെ വീടുകളുടെ കോർണറുകളിലോ അല്ലെങ്കിൽ ഇതുപോലെ ടീപ്പോയുടെ മുകളിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരു നല്ല ഒരു പോസിറ്റീവ് ഫീലിംഗ് നമുക്ക് കിട്ടാനായിട്ട് നല്ലൊരു ഭംഗിയുള്ളൊരു ചെടിയാണ്. അതുപോലെ തന്നെ ഈ പെപ്പറോമിയ പ്ലാന്റിന്റെ പരിചരണം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഓവറായിട്ട് വെള്ളം കൊടുക്കാൻ പാടില്ല, അതുപോലെ ഓവറായിട്ട് സൺലൈറ്റും കൊടുക്കാൻ പാടില്ല. വളരെ സോഫ്റ്റ് ആയിട്ടൊരു ചെടിയാണ്, മഷിത്തണ്ട് വർഗത്തിൽപ്പെട്ട ചെടിയാണ്. അതുകൊണ്ട് ഇതിന്റെ തണ്ടുകൾ നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ പെട്ടെന്ന് ഒടിഞ്ഞു പോകും. അതുപോലെ ഇലകളാണെങ്കിലും പെട്ടെന്ന് കീറിയൊക്കെ പോകും. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് വേണം കൈകാര്യം ചെയ്യാനായിട്ട്. പിന്നെ പോട്ടി മിശ്രിതമൊക്കെ നമ്മൾ നിറയ്ക്കുന്ന സമയത്ത്, പുതിയ ചെടികളൊക്കെ നടാനായിട്ട് നിറയ്ക്കുന്ന സമയത്ത് വെള്ളം വാർന്നു പോകുന്നുണ്ടോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഇതിനകത്ത് വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല. ഇതിനധികം വെള്ളം കൊടുക്കണ്ട. കൊടുത്താൽ ഈ ചെടി ചീത്തയായി പോകും. അതുപോലെ അധികം ഡയറക്റ്റ് സൺലൈറ്റും കൊടുക്കാൻ പാടില്ല, ഇൻഡയറക്റ്റ് സൺലൈറ്റ് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. ഈ രണ്ട് കാര്യങ്ങൾ. അതുപോലെ തന്നെ വളം, ഓവറായിട്ട് വളവും കൊടുക്കണ്ട, ഫെർട്ടിലൈസേഴ്സ് അതും വളരെ കുറച്ച് കൊടുത്താൽ മതി. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമ്മുടെ അകത്തളങ്ങൾ, നമ്മുടെ ഇൻഡോറൊക്കെ ഭംഗിയാക്കാൻ പറ്റിയ നല്ലൊരു ചെടിയാണ് പെപ്പറോമിയ പ്ലാന്റ്. പിന്നെ ഈ പെപ്പറോമിയ പ്ലാന്റിന്റെ പ്രൊപ്പഗേഷൻ ഇലയും അതുപോലെ തന്നെ ചെറിയ ചെറിയ തൈകളിന്റെ ചുവട്ടിലുണ്ടാവേണ്ട, അതും നമുക്ക് പറിച്ചു നടാം. ഇതൊക്കെ പ്രൊപ്പഗേഷനായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഈ പെപ്പറോമിയ പ്ലാന്റിനെ കുറിച്ചുള്ള കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ ചെറിയൊരു പെപ്പറോമിയ പ്ലാന്റ് നിങ്ങളുടെ വീട്ടിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ അകത്തളങ്ങളും മനോഹരമാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിന്റെ പരിചരണവും ഇതിന്റെ എങ്ങനെയാണ് ഇതിന്റെ നമ്മൾ വളർത്തേണ്ട രീതിയൊക്കെ ഞാൻ പറഞ്ഞു. ഇതൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.